മുഖ്യമന്ത്രി വിദേശത്ത് പോയോ ഞാൻ അറിഞ്ഞില്ലെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൂടാതെ ഈ വിവരം അറിയിച്ച മാധ്യമങ്ങൾക്ക് നന്ദി എന്ന പരിഹാസം മറുപടിയും കിട്ടി. അതായത് മാധ്യമങ്ങളിലൂടെയാണ് താൻ മുഖ്യന്റെ വിദേശയാത്രയുടെ കാര്യം അറിഞ്ഞതെന്നാണ് ഗവർണർ പറയുന്നത്. ഇക്കാര്യം വാർത്തയിലൂടെ അറിയിച്ച എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ യാത്ര തന്നോട് അറിയിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് തന്നോടല്ല അവരോടാണ് ചോദിക്കേണ്ടതെന്നും അദ്ദേഹം ചുട്ട മറുപടിയും നൽകി. വിദേശയാത്രകളെക്കുറിച്ച് രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുകയാണെന്ന് നേരത്തെ തന്നെ രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ യാത്ര സത്യസന്ധമായിട്ട് താൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അറിയിച്ചതിന് വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. UAE, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര പോയിരിക്കുന്നത്. യാത്രയെ സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. സ്വകാര്യ സന്ദർശനമാണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കുന്ന ഒരു പതിവുണ്ട്, പത്രക്കുറിപ്പ് നൽകാറുണ്ട്. എന്നാൽ ഇത്തവണ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപും വിദേശയാത്രകളുടെ കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇതേക്കുറിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ച് അറിയിച്ചിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മെയ് 6-നാണ് 12 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വകാര്യ വിദേശയാത്ര മുഖ്യമന്ത്രി ആരംഭിച്ചത്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ അനൗദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ അത്തരം അറിയിപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല. തുടർന്ന് പ്രതിപക്ഷം വരെ ഈ സംഭവത്തിൽ രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ഗവർണറും ഈ ഒരു വിഷയത്തിൽ അതൃപ്തി പരസ്യമാക്കുന്നത്. അതേസമയം സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് തിങ്കളാഴ്ചയാണ് യാത്ര തിരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നും അദ്ദേഹവും ഭാര്യയും വീണയുടെ മകനും ദുബായിലേക്ക് പോയി. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും ദുബായിലേക്ക് പുറപ്പെട്ടു. ദുബായ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി മകനെയും കുടുംബത്തെയും സന്ദർശിക്കും. വിദേശത്ത് നിന്ന് അദ്ദേഹം എന്ന് മടങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മന്ത്രി റിയാസും വീണ വിജയനും ദുബായ് കൂടാതെ ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും. 19 ദിവസത്തേക്കാണ് റിയാസിന് യാത്രാനുമതി. മെയ് 21-ന് ശേഷം അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് സൂചന. സ്വകാര്യ സന്ദർശനമാണ് എന്ന് കാണിച്ച് നൽകിയ അപേക്ഷയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ യാത്രാനുമതി നൽകിയിരുന്നു. എന്നാൽ യാത്രാ തീയതിയെക്കുറിച്ച് വ്യക്തത തേടിയതായിട്ടാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിന് വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പൊക്കെ ഇറക്കുക പതിവാണ്. സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ ഇങ്ങനൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.